ഭാരതത്തെ ശരിയായ വിധത്തിൽ പരിചയപ്പെടുത്താൻ കഴിയുന്നതാവണം സിനിമകളെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ. ഭാരതീയ കലകൾ സമ്പൂർണ്ണമായ മുക്തിക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് ആരംഭിച്ച അരവിന്ദം ദേശീയ ഹ്രസ്വ ചലച്ചിത്രമേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ സംവിധായകൻ ബ്ലസ്സിയും ചടങ്ങിൽ പങ്കെടുത്തു. വിഖ്യാതനായ സംവിധായകൻ ജി അരവിന്ദന്റെ സ്മരണകൾ ഉണർത്തി കോട്ടയം CMS കോളേജിൽ അരവിന്ദം ദേശീയ ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. പ്രശസ്ത സംവിധായകൻ ബ്ലസ്സി മേള ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായി വളരെ ബുദ്ധിമുട്ടിൽ കൂടെ പോവുകയാണ്. എല്ലാ സാധനവും പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 2:45 കഴിഞ്ഞപ്പോൾ നല്ല പനിയുണ്ട്. ഞാൻ വിചാരിച്ച് ഇത് ചെയ്യണം, വിളിച്ച് പറയട്ടെ. പക്ഷെ എനിക്ക് അവിടെ തോന്നിയത്, ഞാൻ ഇന്ന് ഇവിടെ വരാനുള്ള മുഖ്യമായ കാരണം ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ജി അരവിന്ദൻ എന്ന ആളോടുള്ള എൻ്റെ ബഹുമാനം, ആദരം, അത് എനിക്ക് ഇവിടെ നൽകുവാനുള്ള ഒരു അവസരമാണ്. ഭാരതീയ കലകൾ സമ്പൂർണ്ണമായ മുക്തിക്കാണ് പ്രാധാന്യം നൽകിയതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര സിനിമകൾ ഭാരതീയ ചിന്തകളെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇവിടുത്തെ സിനിമകളിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഭാരതത്തെ ശരിയാം വിധത്തിൽ പരിചയപ്പെടുത്താൻ കഴിയുന്നതാകണം സിനിമകളെന്നും ഒരു ഭാരത് വുഡ് ഉണ്ടാവേണ്ടതുണ്ടെന്നും ജെ നന്ദകുമാർ വ്യക്തമാക്കി. ജെയിംസ് കാമറൂണിന്റെ അവതാർ നോക്കിയാൽ അവതാറിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അതിൽ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ്, അതിൽ നായക തുല്യ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന നിറത്തിൽ ഒരു ഭാരതീയ ദർശനത്തിന്റെ, ഭാരതീയ കലാദർശനത്തിന്റെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒക്കെ സ്പർശനം നമുക്ക് കാണാം എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. ഇതേപോലെ ഒരു ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ഫിലിം എന്ന് പറയാവുന്ന ഒന്നാണ് ഇന്റർസ്റ്റെല്ലാർ. ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ. അതിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം എന്താ? അതിന്റെ നായക കഥാപാത്രം ഭൂമി വാസയോഗ്യമല്ല എന്ന് വരുന്ന സമയത്ത് അസ്ട്രോനോട്ടായ നായക കഥാപാത്രം വേറെ പാർക്കാൻ ഇടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പുറപ്പെടുകയാണ്, യാത്രയാവുകയാണ്. ആ യാത്രയാവുന്ന വഴി ചൊവ്വാഗ്രഹത്തിന്റെ പരിയമ്പുറത്തു കൂടിയുള്ള ഒരു തുരങ്കമാണ്. ഒരു തുരങ്കത്തിലൂടെ യാത്രയാവുകയാണ്. ആ സമയത്തുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള ശക്തി അത് ഒന്നാണ്, അതിൽ നിന്നാണ് ഇതെല്ലാം പരിണമിച്ചു വന്നിട്ടുള്ളത്. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇന്റർ കണക്റ്റഡ് ആണ്. ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? അതുകൊണ്ടും തൃപ്തി വരാനിട്ടാണോ എന്നറിയില്ല. അദ്ദേഹം പറയുന്നു, 3000 വർഷം പഴക്കമുള്ള ഭാരതീയ ദർശനത്തിൽ ഇതിന്റെ ഉത്തരം നൽകുന്നുണ്ട്. ഇത് 2014 ഇറങ്ങിയ പടമാണ് ഇന്റർസ്റ്റെല്ലാർ. ആ വർഷം ആഗോളതലത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത, ഇവിടെ പകുതി പറഞ്ഞു വെച്ച രാധാകൃഷ്ണന്റെ ഒരു കാര്യം പറഞ്ഞു വെച്ചു, ഞാൻ കണ്ടില്ല, അത് പ്രായം കൂടുതലായതുകൊണ്ട് കണ്ടില്ല, ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇത് അങ്ങനത്തെ ഒരു കലാപങ്ങളും ഇല്ലാതെ, രക്തച്ചൊരിച്ചിലും ഇല്ലാതെ ആഗോളതലത്തിൽ 8ാമത്തെ കളക്ട് ചെയ്ത ഫിലിമാണ്. അപ്പൊ അതിന് കാണാനും ആളുണ്ട് എന്നുകൂടിയാണ് അതിൽ നിന്ന് വരുന്നത്. അതിൽ പരാമർശിക്കപ്പെടുന്ന ഇന്ദ്രാസ് നെറ്റ്, ഇന്ദ്രന്റെ നെറ്റ് എന്ന് പറയുന്ന സങ്കല്പം, ഇതൊക്കെ നമ്മുടെ ദർശനത്തിന്റെ, ഭാരതീയമായ ദർശനത്തിന്റെ ഒരു ഉജ്ജ്വലമായ പ്രകടനങ്ങളാണ് അതിലൂടെ കണ്ടത്. ഞാൻ ഈ 2014 എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഭാരതത്തിലെ സിനിമാ പ്രവർത്തകർ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായി. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ, ഭാരതത്തിൽ കളക്ട് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിലുള്ളത് PK. ഞാൻ PK ഒരു കലാ പ്രദർശനമല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഭാരതം എവിടെയാണ്, ഭാരതീയ സംസ്കൃതി എവിടെയാണ്? ഒരു സിനിമ എന്ന നിലയിൽ ആ സിനിമാ പ്രവർത്തകന്റെ അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാവിന്റെ, സംവിധായകന്റെ സമ്പൂർണ്ണ അധികാരമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിൽ ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? ഏറ്റവും ശാസ്ത്രീയമായ ഒരു ദർശനത്തിന്റെ, കാഴ്ചപ്പാടിന്റെ ഇടമാണ്. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും അതിനെ അവമതിക്കാതെങ്കിലും ഇരിക്കട്ടെ.
ഫെസ്റ്റിവൽ ഡയറക്ടർ, സിനിമാ സംവിധായകൻ വിജയകൃഷ്ണൻ, ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മാർച്ച് 14, 15, 16 തീയതികളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 18 ഹ്രസ്വ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ജനം, കോട്ടയം.